സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ ഇതിന് മുന്നേ വെട്ടിയിരുന്നത് ആക്ച്വലി സൈഡിലേക്കാണ്. അപ്പത്തേനും ഉണ്ണിക്കുട്ടനായി. ഓക്കെ, ഇപ്പൊ ജനിച്ചു ആ ഒരു വ്യത്യാസം എല്ലാവരും തോന്നുന്നു. ഹായ് ഗായ്സ്, സോ നമ്മൾ കുറേ കാലമായി സൈഷെയറിൽ ഒരു പ്രോപ്പർ എന്തെങ്കിലും ഒരു ടോക്കൊക്കെ ഇട്ടിട്ട്, അപ്പം അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം എടുക്കുന്നത് കൊണ്ട് ഇത്തവണ ഞാൻ വിചാരിച്ചു കുറച്ചധികം സൈക്കോളജിസ്റ്റുകളെയൊക്കെ പിടിച്ചിരുത്തി നമുക്കൊരു കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. വളരെ കോമൺ ആയിട്ട് നമ്മൾ കേട്ടുപരിചയമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, ഞങ്ങൾക്കിടയിൽ നമ്മൾ തന്നെ സംസാരിക്കുമ്പം പലപ്പോഴും കടന്നു വന്നിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് പരസ്പരം ഡിസ്കസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ഒന്നും വിളിക്കാൻ പാത്രമില്ല, എന്നാലും വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസ്കഷൻ വീഡിയോയിലേക്കാണ് ഇന്ന് എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഞാൻ രേഷ്മ, ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ആക്ച്വലി ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. ഇപ്പം ഞാൻ 6 years ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അപ്പം സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഇപ്പോൾ മെയിനായിട്ട് കുറച്ച് ഫോക്കസ് ചെയ്തേക്കുന്നത് ഇപ്പോൾ ക്വയർ അഫർമേറ്റീവ് തെറാപ്പിയിലാണ്. ആൻഡ് ഇപ്പം കൺസൾട്ടൻറ്റ് തെറാപ്പിസ്റ്റായിട്ട് ഞാൻ കോർപ്പറേറ്റ് സെക്ടറിലും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഇൻഡിവിജ്വൽ സെഷൻസും വേറെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ രേഷ്മയുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇവരെ രണ്ടുപേരെയും മറ്റു വീഡിയോസിലും കണ്ട് പരിചയം ഉണ്ടാകുമായിരിക്കും, എന്നാലും ഒന്നും കൂടെ ഒന്ന് ഫോർമലായിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, എൻ്റെ പേര് റഹ്മത്ത് KR. ഞാൻ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. ഒരു 3 years ആയിട്ട് പ്രാക്ടീസ് ചെയ്യാണ്. കരിയർ കൗൺസിലറുമാണ്. എൻ്റെ പേര് അനുജ. ഞാൻ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റായിട്ട് സൈഷെയറിൽ വർക്ക് ചെയ്യാണ്. ഈ വർഷമാണ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അതെ, അപ്പോൾ പല ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. ഞങ്ങൾ രണ്ടുപേരും ഓൾമോസ്റ്റ് ഒരേ സമയത്ത് PG പാസ് ഔട്ടായിട്ട് അപ്പോൾ തൊട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ഇത് 3 years, എൻ്റെ ഇത് കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി ഫ്രഷറാണ്. ഓക്കെ, അതിലും കൂടുതലായോ? വാവ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇത്രയും വർഷമായിട്ട് വർക്ക് ചെയ്യണതാണ്. അപ്പോൾ നിങ്ങളുടെ കരിയറിൻ്റെ സ്റ്റാർട്ട് മുതൽ ഇപ്പോൾ വരെ നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ്, എങ്ങനെയാണ് നിങ്ങൾ ഇവോൾവ് ചെയ്തത്? എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ടെക്സ്റ്റ് ബുക്ക് നോളജ് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് കേരളത്തിലിവിടെ അത്രയും പ്രാക്ടിക്കൽ എക്സ്പോഷർ എവിടെയും കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പഠിച്ച ടൈമിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഒരുപാട് തിയറീസ് പഠിക്കുന്നുണ്ട്. സോ അതെല്ലാം ബൈ ഹാർട്ട് ചെയ്ത് വന്ന് സെഷൻ എടുക്കുമ്പോൾ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് നോളജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് അറിയില്ല എങ്ങനെയാണ് ഒരു സെഷൻ നടക്കുന്നതിനൊന്നും പറ്റിയിട്ട് ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ എൻ്റെ ഫോക്കസ് ഫസ്റ്റിലേക്ക് ആദ്യം പോയിക്കൊണ്ടിരുന്നത് എങ്ങനെ ഇവരെ പ്രശ്നം മാറ്റി കൊടുക്കാം, എങ്ങനെ ആ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു അഡ്വൈസ് കൊടുക്കാം എന്നുള്ളൊരു സാധനത്തിലാണ് ഞാൻ ആദ്യം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് ഇൻഡിവിജ്വലി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ സൈഷെയറിൽ വന്നപ്പോഴാണ് എൻ്റെ ആ ഒരു ഇതിന് ടോട്ടലി ഡിഫറെൻ്റ് ആയത്. അല്ലെങ്കിൽ സെഷൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അഡ്വൈസ് കൊടുക്കുന്ന പരിപാടിയല്ല, അല്ലെങ്കിൽ സൊല്യൂഷൻ കൊടുക്കുന്ന പരിപാടിയല്ല. ആ ഒരു എന്താ പറയുക, ഒരു ഗുഡ് ലിസണറായിട്ട് ഇരിക്കുക എന്നുള്ളത് ചിലർക്ക് അത്രയും മതിയാകും അവർക്കൊരു സമാധാനം തോന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ചേഞ്ച് എനിക്ക് നല്ല രീതിക്ക് ഫീൽ ആയിട്ടുണ്ട്. കാരണം പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ലാണ്ടാണ് നമ്മൾ വരുന്നത്. ആൻഡ് ഈ പറഞ്ഞതുപോലെ ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ഒരു CBT അങ്ങനെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു വെക്കുന്നു, എന്ത് വന്നാലും ഇത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇതേ ഉപയോഗിക്കാവുള്ളൂ, ഒരു തിയറി മാത്രം അറ്റ് എ ടൈം ഉപയോഗിക്കാവുള്ളൂ, അങ്ങനത്തെ ഒരു ഐഡിയ ആയിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് പ്രാക്ടീസിങ്ങിലേക്ക് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊന്നും ഇങ്ങനെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല, ഇതിനെയൊക്കെ നമുക്ക് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പല തെറപ്പീസ് മിക്സ് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു ഐഡിയ കിട്ടിയത് സെഷനിലേക്ക് അല്ലെങ്കിൽ സെഷൻ എടുക്കാൻ തുടങ്ങിയ പിന്നെയാണ്. സോ എൻ്റെ ഒരു മെയിൻ ചേഞ്ച് എന്ന് ഞാൻ പറയുന്നത് ഇത് തന്നെ ആയിരിക്കുള്ളൂ. ആ ഒരു അഡ്വൈസ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കൊടുക്കുക, അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. റാദർ ദാൻ ഒരു നല്ലൊരു ആക്റ്റീവ് ലിസണറായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചൊരു വലിയൊരു അല്ലെങ്കിൽ ഞാൻ കണ്ട ഒരു നല്ലൊരു ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പോൾ സെഷൻ എടുക്കുന്നതിലും അതുകൊണ്ട് ഡിഫറൻസ് വരുന്നുണ്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഫോക്കസ് ചെയ്തിരുന്നു, അവരുടെ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കണം, അവരുടെ പ്രശ്നം നമ്മുടേതായിട്ട് എടുത്തിട്ട് അങ്ങനെയൊക്കെ നല്ല സ്ട്രെസ് വരുന്നൊരു ടൈമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് കുറച്ച് റിലാക്സ്ഡ് ആണ്. സോ എനിക്കറിയാവുന്ന എൻ്റെ ജൂനിയേഴ്സിനോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ എന്നിൽ കണ്ടൊരു ചേഞ്ച് എന്ന് ഞാൻ പറയാം. ഇല്ല, പഠിക്കുന്ന സമയത്ത് വെച്ച് നോക്കുമ്പോൾ എനിക്കറിയാലോ, അതായത് ഈ തിയറിയൊക്കെ ആദ്യം പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ എന്തിനാ പഠിക്കണേ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്കാണ് നമ്മുടെ കൂട്ടത്തിൽ ആദ്യം ചൊല്ലിട്ട് നിനക്കാ. അതെ, ഫസ്റ്റ് കൗൺസിലറായിട്ട് കയറുന്നവളാ. അപ്പൊ ആരും വിചാരിച്ചല്ലോ. അപ്പോൾ ഈ തിയറിയൊക്കെ പഠിക്കുമ്പം ആദ്യം നമുക്ക് ഇത് പഠിച്ച് നമ്മളിത് അപ്ലൈ ചെയ്യുമോ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ കാണുന്ന എല്ലാ അസുഖങ്ങളും
സിംറ്റം എല്ലാം കാണും, നമുക്കുണ്ട്, ഇത് എനിക്കുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അയാൾക്കുണ്ട്, അങ്ങനെ തോന്നി പോണ ഒരു സമയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്റേൺഷിപ്പൊക്കെ വന്ന് ഇന്റേൺഷിപ്പിൽ കുറേയൊക്കെ നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് നല്ലൊരു എക്സ്പ്ലോറേഷൻ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമുക്കിനി എന്തൊക്കെയോ പഠിക്കാനുണ്ട്, ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന്. അപ്പം എനിക്കിപ്പോൾ 6 yearsആയി വർക്ക് ചെയ്യണു, പക്ഷെ എനിക്കിപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്നത് സെയിം തന്നെയാണ്, ഇനി അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. AI ഇപ്പോൾ പിള്ളേർ വന്നിട്ട്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സെഷനിൽ ഞങ്ങൾ എന്താ പുതിയ ന്യൂജൻ വാക്കുകൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ AI റിലേറ്റഡ് സംസാരങ്ങൾ, ഗെയിംസ്, കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഗെയിം അഡിക്ഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് ആൾക്കാർ സെഷനിൽ വരുന്നുണ്ട്, പൈസ ലോസിൽ വരുന്നുണ്ട്. ഇതിനൊക്കെ കുറിച്ച് നമുക്ക് വീണ്ടും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അപ്ഡേറ്റഡ് ആവണം, പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ മനുഷ്യന്മാര് 5 പേര് ഒരേ സ്ഥലത്ത് നിന്ന് വരികയാണെങ്കിലും 5 ചിന്താഗതികളായിരിക്കും. അപ്പോൾ ആ ഒരു ഡൈവേർജൻസ് മനസ്സിലാക്കുക, അതൊക്കെയാണ് എനിക്ക് ഈ ഒരു കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതോറും. അതാണ് എനിക്ക് ഉള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, നമുക്കറിയാൻ വയ്യാത്ത പ്രശ്നങ്ങളാണെങ്കിൽ നമ്മളത് എങ്ങനെ ഡീൽ ചെയ്യും, ഇതൊക്കെയാണ് ചിന്ത. അതും ഞങ്ങൾ പഠിച്ച സ്ഥലത്ത് നമുക്ക് 3 സ്പെഷ്യലൈസേഷനാണ്, OB, പിന്നെ ക്ലിനിക്കലും കൗൺസിലിങ്ങും. അപ്പം ഞാൻ വിചാരിക്കണം നമ്മൾ ക്ലിനിക്കൽ പഠിച്ചിട്ട് അപ്പോൾ കൗൺസിൽ ചെയ്യുന്നത് വേറെയാണ്, കൗൺസിലിംഗ് സൈക്കോളജി ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്, അത് ഇതല്ല, ഇത് വേറെ എന്തോ സാധനമാണ്, ഇത് ഹോസ്പിറ്റലൊക്കെ, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് കൗൺസിലിംഗ് ചെയ്യേണ്ടത്? ഞാൻ കുറച്ചുകൂടെ കൗൺസിലിംഗ് ക്ലാസ്സിൽ പോയിരുന്നു, ഞാൻ മനസ്സിലാക്കുന്ന ക്ലാസ്സിലൊക്കെ പോയിരുന്നു വെറുതെ. ഞാൻ മറ്റേ ക്ലയൻ്റായിട്ടൊക്കെ പോയിരിക്കും, എന്നാലെങ്കിലും എന്തെങ്കിലും പറഞ്ഞു. അപ്പം അപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്തത്. ഞാൻ അവിടെ ചെന്നിരുന്ന് ഇങ്ങനെ കാര്യം പറയുമ്പം സാർ വിചാരിച്ചാൽ ഞാൻ കഥ പറയുകയാണെന്നാ, അല്ല ഞാൻ എൻ്റെ സ്വന്തം അനുഭവമായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ സാർ എന്നിട്ട് ഈ ക്ലയൻറ്റിൻ്റെ പ്രശ്നം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നല്ല ഡിപ്രസീവ് സിംറ്റംസ് ആണ് പറയുന്നത്. അപ്പം എനിക്ക് ഡിപ്രഷൻ ഇങ്ങനെയാണോ ഇത് ഡയഗ്നോസ് ചെയ്യുക, അതെങ്ങനെയാണ് ഡയഗ്നോസിസിലേക്ക് എത്തുക, അതൊന്നും ഒരു ധാരണ ഇല്ലാണ്ടാണ് നമ്മൾ ഇറങ്ങണത്. പക്ഷെ DSM ICD മാത്രം കാണാൻ പഠിക്കുക, സിംറ്റംസ്. അതായത് DSM ICDയും എങ്ങനെയാണിത് നമ്മൾ വർക്കിലോട്ട് വരുമ്പോൾ ഉപയോഗിക്കുക, അതും അതിൽ എഴുതി വെച്ചിരിക്കുന്ന അല്ലല്ലോ. നമ്മൾ ഇവിടുത്തെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ കാണുന്ന കേസസ് എന്ന് പറയുന്നത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന DSMന്റെ ICD പ്രകാരം മാത്രമായിരിക്കില്ല. അപ്പം ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എന്തിനാണ് ഈ കോമോർബിഡിറ്റി ഒക്കെ എന്തിനാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്താണ്, ഇതൊക്കെ ഈ പ്രാക്ടീസ് ചെയ്ത് ഇപ്പോഴും മനസ്സിലായെന്ന് ഞാൻ പറയുന്നില്ല കംപ്ലീറ്റ്ലി, പക്ഷെ എന്നാലും ചെയ്താണ് കുറേ കാര്യങ്ങളിൽ ആ പഠിച്ചെന്താണെന്നുള്ളതിൽ ക്ലാരിറ്റി ഉണ്ടാവുന്നത്. പിന്നെ എൻ്റെ കരിയറിൽ എനിക്കൊരു ഒരു ഫോർച്യൂണേറ്റ് ആയിട്ടുണ്ടായ കാര്യം എന്ന് പറയുന്നത്, ഞാൻ പഠിച്ചിറങ്ങിയ ഉടനെയാണ് ആ ഒരു കൗൺസിലിംഗ് ഗ്രൂപ്പിൻ്റെ അവിടെ ചെല്ലുന്നതും. അതാണ് എൻ്റെ കാഴ്ചപ്പാട് മാറ്റിയ ഒരു സാധനം. അപ്പോൾ ഈ കൗൺസിലിംഗ് ഇപ്പം നേരത്തെ രഘു പറഞ്ഞ പോലെ തന്നെ അതല്ല ഇപ്പം നമ്മൾ ചുമ്മാ സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു സാധനമല്ല. ഈ ലിസണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അത് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ PG കഴിഞ്ഞപ്പോൾ തന്നെ അതിനെ പറ്റിയിട്ട് അറിയാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ പിന്നെയാണ് ആളുകളെ കേൾക്കാൻ തുടങ്ങുന്നത്. മറ്റേ നമ്മളെ ടെൻഷനായിട്ടായിട്ടില്ലേ ഇരിക്കുന്നത്, ഇതിൽ പറയാൻ എന്തായിരിക്കും നമ്മുടെ ബോഡി ലാംഗ്വേജ് ടെൻസ്ഡാണ്, കുഴപ്പമില്ല അവരെ കേൾക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായത്. പിന്നെ ഇപ്പം ഈ പറയുന്ന ഒരു 6 വർഷത്തെ പ്രാക്ടീസിൽ അഗെയിൻ ഇപ്പം രേഷു പറഞ്ഞാൽ ഇനിയും പഠിക്കാനുണ്ട്, ഇനിയും കുറേ കാര്യങ്ങൾ നമുക്കും. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ കുറേ അനുഭവങ്ങളിൽ നിന്നാണ് എൻ്റെ കാഴ്ചപ്പാടുകൾ മാറാൻ തുടങ്ങിയത്. റാദർ ദാൻ പുതിയ ക്ലയൻസിനെ കിട്ടുന്നതിനേലും ഞാൻ ഓരോരോ സാധനങ്ങളിലൂടെ ഇങ്ങനെ കടന്ന് വന്ന് പലപ്പോഴും എൻ്റെ തെറാപ്പി സെഷൻസ് കഴിയുമ്പോഴാണ് ഞാൻ പിന്നെ ഇരുന്നിട്ട് അത് വേറൊരു ക്ലയൻറ്റിൻ്റെ കാര്യം വെച്ചിട്ട് ചിന്തിക്കുക, അതും ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ, ഇതും അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ. അപ്പം ഞാൻ കടന്നു വന്ന പല വഴികളും ആയിരിക്കാം ഒരു പക്ഷേ ഒന്നുകൂടെ റീതിങ്ക് ചെയ്യുമ്പം അവരുടെ പ്രശ്നവും ഇതായിരുന്നല്ലോ എന്നുള്ള ഒരു അസോസിയേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം പേഴ്സണലിയും എനിക്ക് ആ ഒരു ചേഞ്ച് ഉണ്ട്, അതെൻ്റെ കരിയറിലേക്കും കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ആൻഡ് അതിന് ഫ്ലെക്സിബിളുമാണ്. അപ്പം അതാണ് ഒരു മാറ്റം എന്ന് പറയാനായിട്ട്. ഈ ചോദ്യം ചോദിച്ചെന്ന് വെച്ചാൽ മിണ്ടാതിരിക്കേണ്ട, 1 വർഷമായിട്ടുള്ളെങ്കിൽ നിനക്കും പറയാം. ആദ്യത്തെ സെഷൻ എടുക്കാനായിരുന്നു പേടി, 2ാമത്തെ സെഷൻ എടുക്കാനായിരുന്നു. പക്ഷെ അതങ്ങനെ മാറി വരുന്നു. എന്താ ഇപ്പൊ കുറച്ച് ക്ലയൻസ് ഒക്കെ ഉള്ള അടുത്തടുത്ത് പഠിച്ചു തന്നെ ഉള്ളൂ. സോ ഞാൻ പഠിക്കണ സ്റ്റേജിൽ നിൽക്കണേ, ഇവോൾവ് ആയി വരുമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ആയിട്ട് നമ്മളുടെ ഒരു ഇവോൾവിങ് പരിപാടിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. സോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പലപ്പോഴും ഇപ്പം ഞാനും പറഞ്ഞു എൻ്റെ പേഴ്സണൽ മെൻ്റൽ ഹെൽത്ത് ചാലഞ്ചസിൻ്റെ കാര്യം, അതെങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് പൊതുവേ ആളുകൾ ചോദിക്കാറില്ല. ഇപ്പം ക്ലയൻസ് ഒക്കെ തന്നെ വന്നിട്ട് ചോദിക്കും, നിങ്ങൾ ഇത്രയും കഥകൾ കേൾക്കുന്നല്ലേ, എന്നിട്ട് ഇതൊക്കെ നിങ്ങളെവിടെ കൊണ്ടുപോയി തീർക്കുക, അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ബാധിക്കില്ലേ എന്നൊക്കെ. അതിനെപ്പറ്റി എന്താ തോന്നുന്നത്?
എനിക്ക് തോന്നുന്നു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതൊരു കാര്യമാണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ നമുക്കും ഒരു വെക്കേഷൻ എടുക്കുക, നമ്മളും ഒരു സെൽഫ് എന്താ പറയുക മീ ടൈം എടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൽ ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്കറിയില്ല, ഞാൻ ഇവിടെ വർക്ക് ചെയ്തേ പിന്നെ എനിക്കങ്ങനെ സെഷൻ കാരണം ഞാൻ ഓവർവെൽംഡ് ആയിരുന്നോ അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇൻ കേസ് അങ്ങനെ തോന്നിയാൽ, അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി വീക്കായാൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ജസ്റ്റ് ഒരു വെക്കേഷന് പോവുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെയാണ് ഞാൻ പൊതുവേ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. നിനക്കോ? ഞാൻ തെറപ്പി എടുക്കും. പിന്നെ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ തെറപ്പി എടുക്കും. അല്ലെങ്കിൽ ഇപ്പം എന്താ വർക്ക് കഴിഞ്ഞിട്ട് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുക, കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, കുറച്ച് ഗോസിപ്പൊക്കെ ചെയ്യുക. പിന്നെ എന്താ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെയാണ് ഞാനും ബേസിക്കലി ചെയ്യാറുള്ളത്. നീ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അങ്ങനെ ഒരു എക്സോഷൻ ഫീൽ ചെയ്യാറുണ്ടോ? ചില സെഷൻസ് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നുമായിരിക്കും. അതിപ്പം എല്ലാം ചിലപ്പോൾ ഒരുപോലെ ഉണ്ടാവണമെന്നില്ല. ചിലത് കഴിയുമ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആവുമായിരിക്കും തോന്നുന്നു. എനിക്ക് എൻ്റെ ലൈഫിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മോർണിംഗ് മുതൽ ഇന്നൊരു ടൈം വരെ ഇങ്ങനെ ഒരു സെഷൻ, വർക്കിൻ്റെ ഒരു ടൈമും, അതിനുശേഷം ഞാൻ ചിലപ്പം പുറത്തുനിന്നുള്ള സെഷനും എടുക്കാം. എനിക്ക് പിന്നെ എൻ്റേതായിട്ടുള്ള ഒരു സമയം ഞാൻ മാറ്റി വയ്ക്കും. സാറ്റർഡേ സൺഡേയിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഓഫ് എടുക്കും. അങ്ങനെ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ടൈം കണ്ടെത്താം. പക്ഷേ എനിക്കും തോന്നിയിട്ടുണ്ട്, ഇപ്പോൾ എനിക്കും ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ചിലപ്പം ആ ഒരു ഏരിയൽ വ്യൂ ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു ഏരിയൽ വ്യൂക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്, ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സൂപ്പർവിഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു തെറാപ്പി എടുക്കുന്നത് എപ്പോഴും നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സെൽഫ് കിട്ടാനായിട്ടാണ്, അണ്ടർസ്റ്റാൻഡിങ്. അത് നമ്മൾക്ക് നമ്മുടെ വർക്കിലും അത് റിഫ്ലക്ട് ചെയ്യുന്ന തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫിലും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. തോട്ട് പ്രോസസ് നമുക്ക് ഒന്ന് എന്താ പറയാ, ഇങ്ങനെ ഒരു ഇതല്ലാതെ കുറച്ച് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ട്. എല്ലാ ഈ പറഞ്ഞ പോലെ ക്ലയൻസ് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നമ്മൾ തെറപ്പി എടുക്കാന്നുള്ളത്. അത് വളരെ ഓപ്പൺ ആയിട്ട് നമ്മൾ എല്ലാവർക്കും എടുക്കാം. അങ്ങനെ ഇന്ന ആൾക്കാർക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഞാൻ ഇന്നലെ എൻ്റെ തെറപ്പി കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. സോ അപ്പോൾ അത് ആ ഒരു സംഭവം എല്ലാം ഒന്ന് കറക്റ്റായിട്ട് ഒരു പേഴ്സണൽ സ്പേസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അല്ലെങ്കിൽ സ്പേസ് എന്നല്ല, ഒരു ടൈം കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു ടൈം കൊടുക്കുക. അത് കുക്കിംഗ് ആവാം, അല്ലെങ്കിൽ ചുമ്മാ വെറുതെ ഇരിക്കണമെങ്കിൽ വെറുതെ ഇരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ പാട്ട് പാടേ, പാട്ട് കേൾക്കേ, ഇനിയിപ്പോൾ എന്താണോ ഇഷ്ടം, നടക്കാൻ പോവേ, എന്താണെങ്കിലും ആവാം. പക്ഷെ ആ ഒരു സമയം ഇപ്പോൾ ഓരോ ദിവസം ഓരോന്നും ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മളത് ഒരു പുതിയൊരു കോഴ്സ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങുക, അല്ലെങ്കിൽ ഗിറ്റാർ പഠിച്ചതിൽ ഞാൻ എക്യുപ്ഡ് ആവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല സെൽഫ്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് നമ്മളെ ഫോക്കസ് ചെയ്യേണ്ട ടൈം തോന്നും, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ തോന്നും. ചുമ്മാ കുറച്ചു നേരം ടെറസിൽ പോയിരിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്നിട്ട് വരാം. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും. വലിയ കാര്യം തന്നെ ചെയ്യണമെന്നില്ല. അതായത് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ ലൈഫിൽ എപ്പോഴും കുറേ കാര്യങ്ങൾ ഡെയിലി നടക്കും. അതിലെ ഡെയിലി നടക്കുന്നതിൽ നമുക്ക് പൊതുവെ എന്തെങ്കിലുമൊക്കെ മോശം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഫോക്കസ് വരും എപ്പോഴും. അപ്പോൾ അതിൽ കുഞ്ഞു നല്ല കാര്യങ്ങൾ നടക്കുന്നതിൽ നമ്മൾക്കത് കാണാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ട് എനിക്ക് പൊതുവെ ഫീൽ ചെയ്യാവുന്ന ഒരു ലിറ്റിൽ തിങ്സ് മാറ്റേഴ്സ്. അതെ. അപ്പോൾ അതിനൊക്കെ തെറാപ്പി ഹെൽപ്പ് ചെയ്യും. പിന്നെ തെറാപ്പി മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളുടെ ഡെയിലി ലൈഫ് ഒരു റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നല്ല. ഒരു റുട്ടീൻ ഇല്ലായ്മയും ഒരു റുട്ടീനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ലൈക്ക് അപ്പോൾ ലൈക്ക് ഇന്ന തന്നെ ചെയ്യണം എന്നല്ല, എന്താണ് ഫ്ലെക്സിബിൾ ആയിട്ട് വെള്ളം പോലെ അല്ലേ? അതെ. എനിക്ക് ഭയങ്കര കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഏറ്റവും സ്ട്രെസ്ഡ് ആകുന്നത് നമ്മളുടെ ഒരു റിട്രീറ്റ് കഴിയുമ്പോഴാണ്. ആസ് എ ലൈക്ക് നമ്മൾ റിട്രീറ്റ് നടത്തുമല്ലോ, അത് വരുന്നവർക്ക് റിട്രീറ്റ് ആണ്, അവർ പീസ്ഫുൾ ആണ്. ഞാൻ ആ സമയത്ത് എടുക്കുന്ന ഒരു സാധനം ഉണ്ട്, ഞാൻ ഏറ്റവും സ്ട്രെസ്ഡ് ആവും ആ സമയത്താണ്. ആൻഡ് സെഷൻസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബൂസ്റ്റിംഗാണ്. ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന് ഇരിക്കുന്നൊരു സമയം ഉണ്ടാവും. ആ സമയത്ത് സെഷനൊക്കെ എടുക്കാൻ ചിലപ്പോൾ മടിയൊക്കെ വരും കേട്ടോ. ഇപ്പോൾ വേണോ പോസ്റ്റ്പോൺ ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഒക്കെ വരും. അത് എടുത്തു കഴിയുമ്പോൾ പിന്നെ ഞാൻ ഫുൾ ആക്റ്റീവ് ആയിരിക്കും. അത്രയും ആ ഒരു 1 hour ഓളം അവരോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഫുൾ ഓക്കെയാണ്, പിന്നെ ഫുൾ ചാർജ്ഡ് അപ്പ് ആവും. അത് എൻ്റെ ഭയങ്കര കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞതുപോലെ തന്നെ യെസ്, നമ്മുടെ ആ ഒരു നാരോ മൈൻഡ് അല്ലാതെ അഗെയിൻ പലപ്പോഴും ചോദിക്കുമ്പോൾ ലൈൻസ് കഴിയുമ്പോൾ ഞാൻ പറയാറില്ല, നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല ഞാൻ തെറപ്പി എടുക്കാൻ പോകുന്നത്, ഞാൻ പുറത്തുനിന്ന് പ്രശ്നം എടുക്കാറില്ല, സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാറുണ്ട്. അതൊരു ഭയങ്കര റീചാർജിങ് ആണ്. വീണ്ടും തിരിച്ചു വന്നിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ കേൾക്കാനായിട്ടും ഇരിക്കാനായിട്ടൊക്കെ ഉള്ള റീചാർജിങ് ആണ്. അതായത് ഈ പ്രാക്ടീസ് കുറേ നാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക്
ശരിക്കും കിട്ടുന്ന ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെഷൻ കഴിഞ്ഞ് ക്ലയൻറ്റ് പുറത്ത് പോകുമ്പം അവിടത്തോടെ അത് നിർത്താൻ പഠിക്കുക എന്നുള്ളൊരു സാധനം. ലൈക്ക് അത് നമ്മൾ എടുത്തുകൊണ്ട് വീട്ടിൽ പോയി ആലോചിച്ച് ബുദ്ധിമുട്ടാവാതെ കറക്റ്റ് അത് അവിടെ നിന്ന് തീരുന്ന സമയത്ത് അത് തീർന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെഷൻ വരും, അടുത്ത ആൾ വരും. അതല്ല നമ്മൾ കൊണ്ടടക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 10 മണിക്ക് വന്ന സെഷൻ്റെ 10 to 11 സെഷൻ, അപ്പോൾ പിന്നെ 11 to 12 വരുന്ന സെഷൻ അത് ബാധിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് പ്രോപ്പറായിട്ട് അത് അവിടെ കട്ട് ചെയ്യാനും കറക്റ്റായിട്ട് ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് അവിടെ വിടാൻ നമ്മൾ പ്രാക്ടീസിലൂടെ തന്നെയാണ് പഠിച്ചതെന്ന് തോന്നുന്നു. ആദ്യം ബൗണ്ടറിയുടെ കാര്യം പറഞ്ഞു, പക്ഷെ അത് കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിർത്താൻ പഠിക്കുക എന്നുള്ള അതെ ഇയാൾ പറഞ്ഞു. അല്ല എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനത്തെ സൊല്യൂഷൻ ഫോക്കസ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ ഒരു പ്രശ്നം വന്നെന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. അതായത് അവരുടെ പ്രശ്നത്തിന് നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കുക, അത് നമ്മുടെ റോളാണ്, അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുത്തേ മതിയാവും എന്നുള്ളൊരു സാധനത്തിലേക്ക് വരുമ്പോഴാണ് ഈ സ്ട്രെസ് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ നമ്മൾ കൊണ്ടുനടക്കണമെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത്. അല്ലാത്ത പക്ഷം അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകാം. ഇപ്പം സൊല്യൂഷൻ ഫോക്കസ്ഡ് തെറാപ്പി തന്നെയാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിലും ബാക്കി മിക്സ് വരും. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം കൊണ്ട് എല്ലാം മാറ്റാൻ പറ്റില്ല. അതെ, ഇപ്പം ഞാൻ ആദ്യം ഇന്റേൺഷിപ്പിന് കയറിയപ്പോൾ കിട്ടിയൊരു ഉപദേശമായിരുന്നു. അതായത് ഞാൻ ഫസ്റ്റ് ഇന്റേൺഷിപ്പിന് കയറുന്ന ജനറൽ ഹോസ്പിറ്റലിലാണ്. അവിടെ വരുന്ന കേസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഡെയിലി ബേസിസിൽ കേൾക്കുന്നതെല്ലാം അബ്യൂസ് കേസസ് ആയിരിക്കാം, മറ്റേ ജുവനൈൽ ഹോംസ് എന്നുള്ള കേസസ് ആയിരിക്കാം, ജയിലിൽ നിന്ന് വരുന്ന സാധനം. അപ്പം അതുപോലത്തെ സാധനങ്ങളാണ് അവിടെ വരിക. അപ്പം ഞങ്ങളിങ്ങനെ ഒരാഴ്ചത്തെ ഇൻറ്റേൺഷിപ്പേ ഉള്ളൂ. അതിങ്ങനെ കേട്ട് എല്ലാ ദിവസവും നമ്മുടെ തല പെരുക്കുക. അപ്പോൾ അവിടുത്തെ ഉണ്ടായിരുന്ന ഒരു സോഷ്യൽ വർക്കർ പുള്ളിക്കാരി നമുക്ക് ആദ്യം തന്ന ഉപദേശം അതാണ്, ഇതൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോകാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കും അതിൻ്റെ പിന്നാലെ ഇരുന്ന് കരയാനേ നേരം ഉണ്ടാവുള്ളൂ. അതൊക്കെ ഇവിടെ വിട്ടിട്ട് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാന്നുള്ളത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ട്രാൻസ്പെറൻസ് തോന്നാം, ട്രാൻസ്പെറൻസും കൗണ്ടർ ട്രാൻസ്പെറൻസും തോന്നാം. അത് നമുക്ക് അങ്ങനെ അതാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിലൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പം ഒത്തിരി കേസസ് അതുപോലെ ഇപ്പോൾ കൗണ്ടർ ട്രാൻസ്പെറൻസ് തോന്നിയിട്ടുള്ള, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കേസസ് ഉണ്ട്. എന്നിട്ട് ആ സമയത്ത് എന്നെ ഇത് എഫക്റ്റ് ചെയ്യും. പിന്നെ എനിക്ക് അത്തരം കേസുകൾ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു, ഇനീഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്നത് ട്രാൻസ്പെറൻസ് ആണെന്ന് അറിയില്ല. അപ്പം ഞാൻ ഈ പറയുന്ന പോലെ എൻ്റെ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് ഈ കൗണ്ടർ ട്രാൻസ്പെറൻസ് ആണെന്ന് മനസ്സിലാകുന്നതും. അഗെയിൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതിനെ ഒന്ന് ഒരു ഏരിയൽ വ്യൂ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ, ഇത് അറിയുക, നമുക്കും ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക, ആൻഡ് അതിനനുസരിച്ചിട്ട് അടുത്ത സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് വാട്ട് ഐ തിങ്ക്. അതുപോലെ ഈ എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ, അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ജനറേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ നമ്മളിപ്പോൾ എസ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ജെൻസി അതേ ഉള്ളൂ, ഗ്യാപ്പേ ഉള്ളൂ. ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് സെഷൻ എടുക്കുമ്പോൾ ഉള്ള വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരെന്താണ് ഈ ഒരു ജെൻസി ആയിട്ടുള്ള ആൾക്കാർ എന്താണ് കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത്? അത് ഭയങ്കര വാലിഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മൾ ജെൻസി ആയിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളതാണ്. എല്ലാവരുടെ ഒപ്പീനിയൻ ആണെന്ന് അറിയില്ല. ഒരു ക്ലയൻ്റ് ആയിട്ട് ഇവരെ കാണുന്നതും അല്ലാതെ നമ്മൾ ഇൻ ജനറൽ ഇൻറ്ററാക്ട് ചെയ്യുന്നതും തമ്മിൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഭയങ്കര വ്യത്യാസമായിട്ട് എനിക്ക് തന്നെ തോന്നാറുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞാൽ ഇൻ ജനറൽ ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ ഒരു മറ്റേ തളവൈബ് എനിക്ക് സ്വന്തമായിട്ട് അടിക്കുന്ന പോലെ തോന്നും. പക്ഷേ ഒരു ക്ലയൻ്റായിട്ട് അവിടെ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പ്രൗഡാണ് തോന്നുക ആ ഒരു ജനറേഷനെ ഓർത്തിട്ട്. ബിക്കോസ് അവരുടെ പ്രോബ്ലംസ് വളരെ ഏർലി ഏജിൽ തന്നെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ആൻഡ് അതിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മില്ലേനിയൽസ് പ്രശ്നം പറഞ്ഞു വരുന്നത് പ്രോബബ്ലി നമ്മളെല്ലാം ഉള്ളിലൊതുക്കിയിട്ടായിരിക്കാം. ഉള്ളിലൊതുക്കി അതൊരു സ്റ്റേജ് എത്തുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ജെൻസിയിൽ കാണുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, അവൻ ആ പ്രോബ്ലത്തിനെ കോൺഫ്രണ്ട് ചെയ്തിട്ട് അതിനുശേഷം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനാണ് പലപ്പോഴും വരാറുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കോമൺലി നമ്മൾ കാണുന്ന ഒട്ടും നോർമലൈസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ചൈൽഡ്ഹുഡ് സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന തുടക്ക സമയത്തൊക്കെ ഞാൻ വിചാരിക്കുന്നത് എല്ലായിടത്തും ഇതുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ നമ്മൾ തന്നെ ഇരിക്കുന്ന ഒരു ഗ്യാങ്ങിൽ ഒരു 5-4 പേർക്കുണ്ട് എന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ വരുന്ന ക്ലയൻസിനെല്ലാം ഇത് തന്നെയാണോ എന്ന് ചിന്തിക്കുമ്പം അത് അന്നേ വരെ അവർ അഡ്രസ്സ് ചെയ്തിട്ടില്ലാത്ത പ്രശ്നമാണ്. പല പ്രശ്നങ്ങളുടെയും റൂട്ട് കോസ് അതാണെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അവരതിനെ അഡ്രസ്സ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു ജെൻസി വരുന്ന സമയത്ത് അവർ പറഞ്ഞു തുടങ്ങുന്നതേ അവിടെ നിന്നായിരിക്കും. ഐ നോ ഇന്ന കാരണങ്ങളാണ് എൻ്റെ പ്രശ്നത്തിന് കാരണം. പലപ്പോഴും ഐ ഹവ് സീൻ ലൈക്ക് ഇവരത് ആരാണോ അതിന് കാരണമായത് അവരെ കോൺഫ്രണ്ട് ചെയ്തതിന് ശേഷം അവിടെ ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് അവർക്കറിയാം. സോ അവരുടെ വെൽബീയിങ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് തെറപ്പി എടുക്കാൻ വരുന്നു എന്നുള്ളത് ഭയങ്കര ഇൻസൈറ്റ്. എക്സാക്ട്ലി, അതൊരു ഭയങ്കര വലിയൊരു ചേഞ്ചാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലും ആ ഒരു എൻ്റെ
പെർസ്പെക്റ്റീവിലും ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് അവരത് കൺഫ്രണ്ട് ചെയ്യുന്നത് കണ്ടിട്ട് പല കാര്യങ്ങളും എൻ്റെ സ്വന്തം വീട്ടിൽ കൺഫ്രണ്ട് ചെയ്യാനായിട്ട് ഞാൻ ധൈര്യം കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനെന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തത് ലൈക്ക് അത്തരം ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആളുകളുടെ സെഷൻസ് എടുത്തത് തന്നെയാണ്. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഐ ഡോണ്ട് നോ അത് എല്ലാവരും എഗ്രിയബിൾ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇൻസൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ പണ്ട് നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ കണ്ടുകൊണ്ടിരുന്ന രീതിയും ഇപ്പോൾ കാണുന്നതിലും ടോട്ടലി ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയില്ല, എന്നാൽ കൂടി വ്യത്യാസങ്ങളുണ്ട്. ആൾക്കാർക്ക് ഒരു ബേസിക് ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ ഓക്കെ അല്ല എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ഐഡിയ ഉള്ളത് കൊണ്ടിട്ടായിരിക്കണം ഈ പറഞ്ഞ ഈ ജെൻസി അത്രയും ഇതിൽ ഏർലി ആയിട്ട് തന്നെ നമ്മളടുത്ത് സെഷൻ എടുക്കാൻ വരുന്നതിൻ്റെയൊക്കെ റീസൺ. അപ്പോൾ അതും ഒരു പോയിന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ പല കോളേജസിലും കൗൺസിലറായിട്ട് പോകുന്ന ആളാണ്. അപ്പോൾ അവിടുത്തെ ഫാക്കൽറ്റീസ് എന്നോട് വന്നിട്ട് ചോദിക്കുന്നത് പിള്ളേർക്കൊക്കെ പ്രേമമൊക്കെ തന്നെ ആയിരിക്കുമല്ലേ പ്രശ്നം? നോ ഡ്യൂഡ്, റിലേഷൻഷിപ്സ് അല്ല അവരുടെ പ്രശ്നം. ദാറ്റ് ഇസ് ലീസ്റ്റ് പ്രയോറിറ്റി. അത് നമുക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. എല്ലാവരും വിചാരിക്കുന്നത് അതാണ്, എല്ലാവർക്കും ഓരോ കമുകനും കമുകിക്കുന്നുണ്ട്. ഇപ്പം അത് ഒന്നൊന്നുമല്ല. ഇതാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയണത്. പക്ഷെ നോ, ദേ ആർ ഫേസിങ് ആക്ച്വൽ പ്രോബ്ലംസ്. അത് അവർ നേരത്തെ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് അത് അണ്ടർസ്റ്റാൻഡബിൾ അല്ല. എനിക്ക് ആ ഒരു ജനറേഷനിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ എടുക്കുന്ന ക്ലയൻസ് എന്ന് പറഞ്ഞാൽ 16 വയസ്സ് മുതലുള്ളവർ വരുന്ന സമയത്ത് എനിക്ക് അവയർനെസ് ഉണ്ട് എല്ലാവർക്കും. പക്ഷെ പല കാര്യങ്ങളിലും മുറി അറിവുകൾ ഉള്ളതൊരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നമുക്ക് അറിവുകളൊക്കെ കിട്ടും. പക്ഷെ അതിന് ഒരു ഡയഗ്നോസിസുമായിട്ട് വരുന്നതും പിന്നെ അതുപോലെ തന്നെ അതിനെക്കുറിച്ച് പകുതി അറിവുകളാണുള്ളത്. അപ്പം അത് വെച്ചിട്ട് എനിക്ക് എന്തൊക്കെയാണ് എന്നുള്ളതൊരു സാധനം. അപ്പം അവർക്കൊരു ക്ലാരിറ്റി ഇല്ല, പക്ഷെ ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളൊരു സംഭവത്തിൽ വരുന്ന ടൈമിൽ അതൊരു പ്രശ്നം വരാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പാരൻസിൻ്റെയും കുട്ടികളുടെയും ഇടയ്ക്കുള്ള ഒരു ജനറേഷൻ ഗ്യാപ്പ്, അത് ഭയങ്കര ബുദ്ധിമുട്ട് ആയിട്ട് കുറേ പേര് വന്ന് മെൻഷൻ ചെയ്യാറുണ്ട്. അതിലും അവിടെയും പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് കുട്ടികളിൽ വരുന്ന പ്രശ്നത്തിൽ കോവിഡിന് ശേഷം സെൽഫ് എസ്റ്റീം ഭയങ്കര കുറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കോവിഡ് ടൈമിലുള്ള നമ്മുടെ ആ ഒരു മേ ബി സോഷ്യൽ ഇന്ററാക്ഷൻ അത് മാത്രമല്ല നമ്മൾ ഈ കൂടുതൽ നമ്മൾ ഇരിപ്പും കിടപ്പും തന്നെയാണ്. ആൻഡ് മൊബൈൽ യൂസേജ്, സ്ക്രീൻ ടൈം കൂടുതൽ, പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിൽ ഇൻവോൾവ് ആണ്. കുറഞ്ഞു വരുന്നതായിട്ടും അതായത് ഇപ്പം ഇക്യു ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാലൊക്കെ ഉണ്ട്, ഐക്യു ഉണ്ട്, ഇക്യു ഉണ്ട്. പക്ഷെ ഈ സെൽഫ് എസ്റ്റീം എല്ലാം കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ ഒരു ബാലൻസ്, നമ്മള് സൈക്കോളജിന്റെ അതിൽ കാണിക്കുന്ന പോലെ നൂലൊക്കെ കെട്ടുകളഞ്ഞ് കിടക്കണ പോലെ ഒരു എവിടെയോ ഒരു സംഭവം. അപ്പം ഈ സെൽഫ് എസ്റ്റീം ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുന്നത് കാണുന്നുണ്ട്. പക്ഷെ സ്മാർട്ടായിട്ട് പല ഏരിയയിൽ വർക്ക് ചെയ്യുന്ന പിള്ളേരും ഉണ്ട്. ഇന്നത് പഠിച്ച് ഇങ്ങനെയൊന്നും അല്ല, ഒരുപാട് ബിസിനസ് ഐഡിയാസ്, ഗെയിമുകൾ സ്ട്രീം ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ എവിടെ പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജനറേഷൻ്റെ തൊട്ട് മുന്നുള്ള ജനറേഷനൊക്കെയാണ് അവരുടെ അച്ഛനമ്മമാർ. അപ്പോൾ തൊട്ട് മുന്നല്ല അല്ലേ, കുറച്ചുകൂടെ മുന്നുള്ളവരാണ് അച്ഛനമ്മമാർ. അപ്പോൾ അവർക്ക് ഈ ഒരു സംഭവങ്ങൾ മനസ്സിലാക്കാൻ പറ്റായിക ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ പാരൻസും കുട്ടികളും തമ്മിൽ ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നതിൻ്റെ, അതായത് ഇപ്പം ഇനി അങ്ങോട്ടൊക്കെ അവർക്ക് പോകേണ്ടത് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് എങ്ങനെ നമ്മൾ അവരെങ്ങനെ പോയോ അതേ രീതിക്ക് നമ്മൾ പിള്ളേരെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ പോലെ സെൽഫ് എസ്റ്റീം കുട്ടികൾ നല്ലോണം കുറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് കോവിഡിന് ശേഷം ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു വിഭാഗം ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് വേറെ രീതിയിൽ അവർ ഏൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പം നോക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒരു മിക്സ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ സെൽഫ് എസ്റ്റീം കുറവുണ്ട്, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മുറി അറിവുകളുടെ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ച് അവയർനെസ് ഉള്ള പിള്ളേർ വരാറുണ്ട്. അങ്ങനെ പക്ഷെ ഈ പറഞ്ഞ സെൽഫ് എസ്റ്റീമിൻ്റെ കാര്യം വളരെ കറക്റ്റാണ്. ഇപ്പം എനിക്ക് തോന്നിയത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളത്ര ഗോൾ ഓറിയന്റഡ് അല്ലായിരുന്നു. ഇവര് ഒരു 24 ഇയേഴ്സ് ആകുമ്പോഴേക്കും ഇവർക്ക് സെറ്റിൽ ആവണം. പക്ഷെ എങ്ങനെ സെറ്റിൽ ആവണം എന്നുള്ളതിനെ പറ്റിയിട്ട് അത്ര ക്ലാരിറ്റി അല്ല. ഐ മീൻ ലൈക്ക് ഒരു എങ്ങനെയാണ് ഏത് രീതിക്കാണ് പോകേണ്ടത് എന്നുള്ളതിനെക്കാട്ടിലും ഇത്ര വയസ്സാകുമ്പോഴത്തേക്ക് അവർക്ക് ഇത്ര ഒരു ഏർണിങ്സ് വേണം. കുറേ കൂടെ മണി ഓറിയന്റേഷൻ കുറച്ചും കൂടെ കൂടിയതായിട്ടാണ് റാദർ ദാൻ നമ്മുടെ ജനറേഷനെക്കാട്ടിലും എനിക്ക് തോന്നിയിട്ടുള്ളത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആയിരിക്കാം. എസ്പെഷ്യലി ആ കോവിഡ് ടൈമിൽ ഇത്രയും ഒരു എക്സ്പോഷർ അവർക്ക് കിട്ടിയത് അതിലൊരു ഒരേ സമയത്ത് മെറിറ്റുമാണ്.
അതായത് അതാ പറഞ്ഞത്, എല്ലാത്തിനും എനിക്ക് തോന്നിയിട്ടുള്ള അത് ബാലൻസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ള സാധനമാണ്. അപ്പൊ അതാ പറഞ്ഞത്, അതായത് നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് ചിലപ്പം ഇപ്പൊ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ അധികം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കമ്പാരിറ്റീവ്ലി. അപ്പൊ നമ്മൾ അവരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യം കൂടെയാണ്. ഞാൻ ആക്ച്വലി എൻ്റെ വന്നിട്ടുള്ള സെഷനിൽ നിന്ന് ഇപ്പോൾ ഗെയിം റിലേറ്റഡ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ട്രേഡിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നവർ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കും ആക്ച്വലി കുറെ കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറേ സെഷൻസ് ഉണ്ടായിട്ടുണ്ട്. സോ ലൈക്ക് എല്ലാം കൂടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് എനിക്ക് അങ്ങനെ ആ ഒരു ജനറേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നത് മെയിനായിട്ട്. യെസ്. പിന്നെ ഈ സ്ട്രഗിൾസിനെ പറ്റിയിട്ടായിരുന്നു നമ്മുടെ ചോദ്യത്തിലെ ഒരു പാർട്ട് എന്ന് പറയുന്നത്. അതിൽ എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രശ്നം ഈ പറഞ്ഞ ജനറേഷൻ ഗ്യാപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ബിറ്റ്വീൻ ദ പാരൻസ് ആൻഡ് ദ കിഡ്സ്. ഇനി ഇത് ഞാൻ കണ്ടിട്ടുള്ള കേസുകളുടെ പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല. ലൈക്ക് നമ്മൾ മെൻ്റൽ ഹെൽത്ത് ക്യാമ്പ് നടത്തുമല്ലോ, നമ്മൾ ഈ അസസ്മെൻറ്റ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെയും ഞാനിപ്പോൾ പോകുന്ന കോളേജുകളിലെ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും ഒരുപാട് ഫിസിക്കൽ അബ്യൂസ് പാരൻസിൽ നിന്നും നേരിട്ടിട്ടുള്ള കുട്ടികളുണ്ട്. ലൈക്ക് ആക്ച്വൽ ട്രോമ അവർക്ക് ആ ഫിസിക്കൽ അബ്യൂസിൽ നിന്നുമാണ് കിട്ടിയിട്ടുള്ളത്. ലൈക്ക് എടുത്തിട്ട് അടിക്കുക എന്നൊക്കെ പറയണ കൈൻഡ് ഓഫ് മെൻറ്റാലിറ്റി ഉള്ള പാരൻസിൻ്റെ കിഡ്സാണ് ആ ഒരു. എനിക്ക് അഗൈൻ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുള്ള കേസുകളുടെ പ്രത്യേകതയാണോന്ന് അറിയില്ല. പക്ഷെ നമ്മൾ ഈ ക്യാമ്പ് നടത്തുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന കുട്ടികളിൽ പലരും പറയുന്ന ഒരു മേജർ പ്രോബ്ലം ഈ പറയുന്ന ഒരു അബ്യൂസാണ്. ആൻഡ് ദ നമ്പർ ഓഫ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ജനറേഷൻ കഴിയുന്തോറും അത് റീസെൻ്റ്ലി എന്തോ സ്റ്റഡീസും ഉണ്ട് അതിനെ പറ്റിയിട്ട്. ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇങ്ങനെ അതിൻ്റെ നമ്പേഴ്സ് കൂടുന്നു എന്നുള്ളത്, എസ്പെഷ്യലി ഇന്ത്യയിൽ, കേരളത്തിൽ. അങ്ങനെ ഒരു റീസെൻറ്റ് സ്റ്റഡി ഉണ്ട് എന്ന് എന്നോട് ഇങ്ങനെ ആരോ പറഞ്ഞു കേട്ടു, ഞാൻ വായിച്ചതല്ല. പക്ഷേ സ്റ്റിൽ അഗെയിൻ അതും അറിയില്ല ഫാക്ഷനാണോ എന്നുള്ളത്. പക്ഷേ ഇതൊരു മേജർ കൺസേൺ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. കുട്ടികൾ ഒരുപാട് പേര് ഈ പറയുന്ന ഒരു ആക്ച്വൽ ഇടി കിട്ടുന്ന ഫാമിലിയിൽ നിന്നും വരുന്നവരും ആൻഡ് ഡിസ്ഫങ്ഷണൽ ഫാമിലി, പാരൻസിൻ്റെ ഇടയിലെ പ്രശ്നങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ടുള്ളതും കണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ വീണ്ടും എത്തുന്നു, റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് ഒരിക്കലും അവരുടെ പ്രോബ്ലംസ് ഒതുക്കാൻ പറ്റുന്നതല്ല. റൂട്ട് മിക്കതും ഈ എസ്പെഷ്യലി ഈ ജനറേഷനിൽ കാണുമ്പോൾ മിക്കതും ഫാമിലിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നെയും ആളുകളുടെ സംശയം എന്ന് പറയുന്നത് ഡ്രഗ് അബ്യൂസാണ്, എല്ലാവരും ഡ്രഗ്സിലേക്കാണ് എന്നുള്ളതും. അത് വേറെ തന്നെ ഒരു ടോപ്പിക്കാണ്, നമുക്ക് അതിലേക്ക് ഒത്തിരി പോകണ്ടായിരിക്കാം. പക്ഷേ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രോബ്ലംസ് അല്ല ഇപ്പം ജെൻസിക്കാണെങ്കിലും ഏത് ജനറേഷനാണെങ്കിലും ഉള്ളത്. പക്ഷെ അവരെ കുറേ കൂടെ ജഡ്ജ്മെൻ്റലായിട്ട് കാണുന്നത് പോലെ. അപ്പം അത് മാത്രമല്ല എല്ലാവരുടെയും സ്റ്റോറി എന്നുള്ളതാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ആ ജഡ്ജ്മെൻ്റൽ സാധനം എനിക്ക് നമ്മൾ ചില സമയത്ത് ഇത് എടുക്കണമെന്നില്ല, പക്ഷെ എന്നാലും എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളെ ജെൻസി പിള്ളേര് ആ പറച്ചിൽ തന്നെ ജഡ്ജ്മെന്റ്, ഡ്രസ്സിങ്ങില് അവരുടെ ആറ്റിറ്റ്യൂഡ് കാണുന്നത്. ജെൻസി പിള്ളേരെന്ന് പറഞ്ഞ ആ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ ആക്ച്വലി ജഡ്ജ്മെന്റലാണ്. അത് പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ആ ഒരു ജനറേഷന്റെ പേരാണതെങ്കിലും എവിടെയോ എനിക്കിങ്ങനെ ഇത്രയധികം കേട്ടിട്ടില്ല. ഇത് വന്നതിന് ശേഷമാണ് ജെൻസിയായിട്ട് കമ്പയർ ചെയ്യാനാണ് മില്ലേനിയൽസിനെ പറ്റി കേൾക്കുന്നത്. അപ്പൊ ഇപ്പോ അതായത് ഇപ്പൊ മില്ലേനിയൽസ് മറ്റേ പഴയ പാട്ടൊക്കെ കേട്ട് സമാധാനത്തിന്റെ വളരെ പ്രബലം അല്ലേ. ഇത് ജെൻസി കിട്ടെന്ന് പറയുമ്പോഴത്തേനും അപ്പത്തേനും എന്നാവും ബ്ലേർഡ് ഇമേജസ് ആണ് കുറെ. അല്ല ഇപ്പൊ അവർ റീൽസ് ആണെങ്കിൽ പോലും എസ്തെറ്റിക് ആക്ച്വലി പറയുന്നത് മില്ലേനിയൽസിനും ഇപ്പൊ മറ്റേ വൻ വേറൊരു രീതിക്കൊക്കെ പോകുന്ന ഒരു വെടിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ ജെൻസി എന്ന് പറയാം. ആക്ച്വലി അതൊക്കെ ഒരു ജഡ്ജ്മെന്റൽ സാധനങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഡ്രസ്സ് എടുക്കാൻ പോകണം, ഇപ്പോൾ ഞാനിപ്പോ എടുക്കാൻ പോകും, ഇപ്പൊ നമ്മള് എന്താ പറയാ, ഇപ്പൊ എന്റെ ഹെയർ കട്ട്, ഓക്കെ ഞാനിപ്പോ ഹെയർ കട്ട് ഇതൊന്നും എടുത്തിട്ട് ഇടാനുള്ളതാ, ഹെയർ കട്ട് അത് നിർത്തിക്കുവാണേ, ഹെയർ കട്ട് ഓക്കെ. ഹെയർ കട്ടിന്റെ കാര്യം പറയുകയാണെങ്കിലും ഇപ്പൊ മുടി വെട്ടി ഇങ്ങനെ പോയി കഴിഞ്ഞാല് അപ്പൊ പറയുന്നത് ഓക്കെ ഇങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ഇതിന് മുന്നേ വെട്ടിയിരുന്നത് ആക്ച്വലി സൈഡിലേക്കാണ്, അപ്പത്തേനും ഉണ്ണിക്കുട്ടനായി. ഓക്കെ ഇപ്പൊ ജെൻസിയായി. ആ ഒരു വ്യത്യാസം എല്ലാവരും തോന്നുന്നു. ശരിയാണ്. ഇപ്പൊ അതിലേക്ക് എല്ലാവരും അഡാപ്റ്റ് ചെയ്യാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കില്ല. എല്ലാവരും ബാഗി ജീൻസും സാധനത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ ട്രെൻഡ് മാറണമെന്നുള്ളതായിരുന്നു നമ്മൾക്ക് കുറെ കാലം മുന്നേ. ആ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറണമെന്നുള്ളത് മാറിയിട്ട് ഇത് ജെൻസിക്കാരുടെ, ഇത് മില്ലേനിയൽക്കാരുടെ, ഇത് ഇനി വരാൻ പോണ ആൾക്കാരുടെ എന്നുള്ള രീതിയിലേക്ക് മാറിയെന്ന് തോന്നുന്നു.
ജെൻസിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇത് നമ്മുടെയൊക്കെ ഒരു ടൈമിൽ മെൻ്റൽ ഹെൽത്ത് നമ്മുടെയൊക്കെ ഫാമിലിയിൽ എങ്ങനെയായിരുന്നു? ഇതിനൊക്കെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ? അതോ കംപ്ലീറ്റ്ലി അവോയ്ഡിങ് ആയിരുന്നു? എന്തായിരുന്നു നിങ്ങളുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ്? അവോയ്ഡ് ഓൾ പ്രോബ്ലംസ്. ആരും ഒന്നും കൺഫ്രണ്ട് ചെയ്യാണ്ടിരിക്കുക. പ്രശ്നം ഉണ്ടായി കുറച്ച് നേരം ഉണ്ടായിരുന്നിട്ട് നാളെ നോർമലായിട്ട് ബിഹേവ് ചെയ്യാം. അപ്പോളജൈസ് ഒന്നും ചെയ്യാനേ പാടില്ല. പ്രശ്നമാണ് നമ്മൾ സംസാരിച്ച് തീർക്കാനേ പാടില്ല. നാളെ മുതൽ പുതിയൊരു ദിവസമാണ്. അപ്പൊ അങ്ങനെ പോവാം. കഴിഞ്ഞു, ഇതിൽ പറയാനില്ല. സർക്കാസ്റ്റിക് സിംഗം. വിച്ച് ഇസ് വെരി ട്രൂ അല്ലേ? എനിക്കറിയില്ല എത്ര വീട്ടിലത് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത്. എൻ്റെ വീട്ടിലൊക്കെ സൈക്കോളജി എന്നുള്ള സാധനം കേൾക്കുന്നത് ഞാനിത് പഠിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ്. പിന്നെ പഠിപ്പുരയിലും ഓക്കെ പഠിപ്പുര അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഞാൻ പഠിക്കാനായിട്ട് ഡിഗ്രിക്ക് കയറണ സമയത്ത് പാലക്കാട് ജില്ലയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ വീടിൻ്റെ ആ ഭാഗത്തൊന്നും ഏത് കോളേജിലും സൈക്കോളജി സബ്ജക്റ്റ് ഇല്ല. അതുകൊണ്ടാണ് എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് അങ്ങനെ തൃശ്ശൂർ പോയിട്ട് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കാൻ നന്നായി. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഓരോ കോളേജസിലൊക്കെ ഇങ്ങനെ കോഴ്സൊക്കെ വന്നു തുടങ്ങിയത്. പിന്നെ 1-2 വർഷം കൊണ്ട് എല്ലാ കോളേജസിലും ആയി. ഞാൻ കയറുമ്പോൾ എറണാകുളത്ത് ആകെ രണ്ട് കോളേജിലാണ് ഇതുള്ളൂ, സൈക്കോളജി ഉള്ളത്. ഒന്ന് MES ഒന്ന് UC കോളേജും. അത് കഴിഞ്ഞ് ആ ഇയർ തന്നെയാണ്, അതായത് 2016 രാജഗിരിയിലും സെൻറ്റ് തെരേസസിലും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ, കാരണം കഷ്ടപ്പെട്ടാണ് ഈ പറഞ്ഞ പോലെ കയറിയത്. ഞാൻ ഇനി കുറേ വെയിറ്റ് ചെയ്തിരുന്ന് ഈ പറഞ്ഞ പോലെ വീട്ടിൽ സൈക്കോളജി എന്ന് പറയുന്നത് ഭ്രാന്തന്മാരെ ചികിത്സിക്കുന്നതാണ്, നീ പോവണ്ട, ആ ഒരു സ്റ്റിഗ്മ അത് പഠിച്ച് ഭ്രാന്താകും. അതെ വീട്ടിലൊട്ടും അക്സെപ്റ്റിംഗ് ആയിരുന്നില്ല. ഞാൻ എന്താ പറയുക, പട്ടിണി കിടന്ന് എടുത്തതാണ്. ഞാൻ ആത്മഹത്യാ ഭീഷണി നടത്തിയെടുത്തതാണ് സത്യമായിട്ടും. സത്യം, ഇത് വീട്ടിലൊരിക്കലും എഗ്രി ചെയ്യില്ല അങ്ങനെയാണ് ഞാൻ എടുത്തത് എന്നുള്ളത്. കാരണം ഇപ്പം ഇതിന്റെ പ്രാധാന്യം കൂടുന്നു, അവർക്കും മനസ്സിലാകുന്നു എന്നുള്ളത് കൊണ്ട് അതെങ്ങനെയായിരുന്നു എടുത്തതെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം സമ്മതിക്കത്തില്ല. പക്ഷെ വിച്ച് ഇസ് ഹാർഡ് റിയാലിറ്റി. കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ പഠിച്ചില്ല എങ്കിൽ ഇത് എടുത്തില്ലെങ്കിൽ ഞാൻ വീട്ടിലിരിക്കുമെന്ന് അവർക്ക് ഉറപ്പായത് കൊണ്ടിട്ടാണ് അവസാനം എന്തെങ്കിലും കാണിക്കുന്ന രീതിക്ക് ഞാൻ എടുത്തത്. അപ്പം സെൻറ്റ് തെരേസസ് ഈ പറഞ്ഞ 4 കോളേജസിലാണ് എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ 2017 മുതൽ പിന്നെ നോക്കിയപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്തുള്ള കോളേജിൽ വരെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അത്രയും ഇത് റീച്ച് കൂടാൻ തുടങ്ങി. അല്ലെങ്കിൽ ഒരു ഓരോ ഇയറിൽ നമുക്ക് ഓരോ കോഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പം അതിന് ശേഷം വന്നേക്കുന്ന സൈക്കോളജി നല്ല ബൂസ്റ്റ് ചെയ്ത് ഇങ്ങനെ കയറി പോകുന്ന സാധനം. അപ്പം ആ ടൈമിൽ, അതായത് ഞാൻ പഠിക്കാൻ കയറണ വരെ സൈക്കോളജിനെ പറ്റിയിട്ട് ആർക്കും അറിയില്ല, മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് ആർക്കും അറിയില്ല. നമ്മൾ ഒന്ന് ഡൗൺ ആയിട്ടിരുന്നാൽ അതിന് മാനസിക പ്രശ്നമാണെന്ന് പറയാൻ മാനസികത്തിൻ്റെ മാവ് പോലും അവർ പറയാറില്ല. അത്രയും റിലക്റ്റൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ പറയാൻ മടിയുള്ളതായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് വ്യത്യാസങ്ങളുണ്ട്, ബട്ട് സ്റ്റിൽ ഈ സ്റ്റിഗ്മ എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളും മനുഷ്യന്മാരും എല്ലാവരും ഉണ്ട്. എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് പാടൊന്നുണ്ടായില്ല വീട്ടിൽ. ഇപ്പം അമ്മ ആണെങ്കിലും നീ ഇത് പഠിക്കുന്നല്ലായിരിക്കാം, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ പഠിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പം അങ്ങനെ ജോയിൻ ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇതൊക്കെ വീട്ടിൽ അപ്ലൈ ചെയ്യുമെന്ന് വെച്ചാൽ അത്രയ്ക്കില്ല. പിന്നെ ഇപ്പം എല്ലാവർക്കും കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ എന്നാലും ഫുള്ളി അങ്ങനെ അത് ഇപ്പം എനിക്ക് ഇത്രയും വയസ്സായി ഞാൻ മാറില്ല, അല്ലെങ്കിൽ ഇതൊക്കെ മാറ്റാനൊന്നും ഇനി പറ്റില്ല, ഇതൊക്കെ ഇത്ര ബിഗ് ഡീൽ ആക്കണം എന്തിനാന്നുള്ള ടോക്സ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഈസ് ഇറ്റ് ബെറ്റർ എന്ന് വെച്ചാൽ സ്ലൈറ്റ്ലി. അതായത് എനിക്ക് ഈ പറഞ്ഞ പോലെ കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട്, ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാനായിട്ട് ആക്ച്വലി അമ്മ അത്യാവശ്യം നല്ല എന്താണോ ഇഷ്ടം അത് പഠിക്കുക എന്നുള്ള സാധനമായിരുന്നു. അപ്പോൾ ഈ ഒന്നുകിൽ മ്യൂസിക് കോളേജിൽ കിട്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് പോകാണ്ടാണ് പിന്നെയാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ് സൈക്കോളജി. അപ്പം അമ്മയ്ക്കും അതിനെക്കുറിച്ച് വലിയതായിട്ടുള്ള ധാരണയില്ലെങ്കിലും സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. പക്ഷെ ഈ നമ്മളിത് പഠിച്ചത് കൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ നമുക്ക് ഫുള്ളായിട്ടൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് സ്റ്റിൽ എന്തൊക്കെയോ വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ അവരുടെ കുറച്ച് പ്രശ്നങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യാൻ തുടങ്ങി. നമ്മളിത് പഠിക്കുന്നത് കൊണ്ട് ഈ ചില കേസസ് ഒക്കെ ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ഭയങ്കര വേഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് അങ്ങനെയാണ് ആദ്യമായിട്ട് എൻ്റെ അമ്മയ്ക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്ന് അമ്മ ഓപ്പൺ അപ്പ് ആക്കുന്നത്. എൻ്റെ അമ്മ ഫേസ് ചെയ്തിട്ടുള്ള പല ആൻസൈറ്റി കാര്യങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. എൻ്റെ അച്ഛൻ്റെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, അത് ഈ പറഞ്ഞ പോലെ അവർ ഓപ്പൺ അപ്പ് ആയാലും ഇല്ലെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അവരെ പറ്റി മനസ്സിലാക്കാൻ പറ്റിയത് ഈ പറയുന്ന പഠനത്തിലൂടെയാണ്. പക്ഷേ ഇന്നും ഞാനൊരു തെറാപ്പിക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാകത്തിലേക്ക് എത്തിയിട്ടില്ല. എൻ്റെ കുറുന്തൊട്ടിക്ക് വാദമാണെന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. പറഞ്ഞ ഒരു കുറച്ചെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിക്ക് എത്തിയിട്ടുണ്ട്.
ഓക്കെ അല്ലെങ്കിൽ ഓക്കെ തെറപ്പി എടുക്കും എന്നുള്ളത് ലിറ്ററലി അവർ പറയില്ലെങ്കിലും നമ്മൾ എടുത്താൽ അതിനങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോണൊരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ചേഞ്ചസ് ഉണ്ട്, ശരിയാണ്, മൊത്തത്തിലൊരു ചേഞ്ചസ്. എൻ്റെ എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽ ഞാൻ നല്ല ചേഞ്ച് കാണുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പോണ്ടിച്ചേരിയിൽ അഡ്മിഷൻ കിട്ടി എന്ന് ഞാൻ എൻ്റെ ചില റിലേറ്റീവ്സിനെ വിളിച്ച് പറയുമ്പോൾ അന്ന് ലിറ്ററലി ഇങ്ങനെ നീ ഭ്രാന്തന്മാരുടെ പുറകെ പോവാണോ എന്ന് ചോദിച്ച ആൾക്കാർ വെരി റീസെൻ്റ്ലി സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇതിനൊക്കെ നല്ല സ്കോപ്പാണല്ലോ, അവരവരുടെ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങി. സ്റ്റിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ളതല്ല, അങ്ങോട്ട് പറയുന്നതൊന്നും മനസ്സിലാക്കുന്നു എന്നുള്ളതല്ല, പക്ഷെ ഇതിന് അറ്റ്ലീസ്റ്റ് ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഭ്രാന്തന്മാരുടെ ചികിത്സ എന്നുള്ള ഒരു സാധനം എനിബഡി ക്യാൻ ഹാവ് ദീസ് പ്രോബ്ലംസ് എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ചേഞ്ച് ആണ്. അതായത് എൻ്റെ വീട്ടിൽ എനിക്ക് തോന്നിയത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് തെറാപ്പി എടുക്കാം, അത് ഒരു പ്രശ്നമല്ല എന്നുള്ളത്. എൻ്റെ അമ്മയാണേലും അച്ഛനാണെങ്കിലും നമ്മുടെ അയൽക്കാരോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കോണ്ടാക്ട്സ് കൊടുക്കുന്നതും, അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പർ കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിലോട്ട് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒട്ടും അതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്തൊരു ഇടത്തുനിന്ന് ആ ഒരു അടിത്തറ ഉണ്ടാക്കി ഇപ്പൊ ഒരു രണ്ടാമത്തെ നില വരയ്ക്ക് എത്തിക്കാൻ പറ്റി. ഓക്കെ, സോ അത് ചെറുത് വലുത് എനിക്ക് അതിനെ നോക്കാൻ പറ്റുന്നില്ല, പക്ഷെ എനിക്ക് ആ ഒരു ചേഞ്ച് എനിക്ക് ഭയങ്കര സൂപ്പറായിട്ട് തോന്നാറുണ്ട്. എൻ്റെ വീട്ടിലും അങ്ങനെ ലൈക്ക് ആദ്യം ഒട്ടും അങ്ങനെ എന്താ ചിന്തിക്കാത്ത ഇടത്തുനിന്ന് ഇപ്പൊ അമ്മയുടെ ഫ്രണ്ടിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ തെറപ്പി എടുക്കാൻ അമ്മ തന്നെ എൻകറേജിങ് ഹെർ ഫ്രണ്ട് ലൈക്ക് എടുക്ക്, അപ്പൊ നിനക്ക് ബെറ്റർ ആയിട്ട് തോന്നും, ട്രൈ ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഈ ചേഞ്ചസ് പാരന്റ്സിൽ കാണുന്നത്. എസ്പെഷ്യലി എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തത് എക്സ്പീരിയൻസ് ചെയ്തോണ്ടാണെന്ന് അറിയില്ല, കാരണം അവർ തന്നെ പറയുമ്പോൾ ഒരു നാൾ നമ്മളെ എതിർത്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇങ്ങനെ തിരിച്ചു പറയണത് കേൾക്കുമ്പോൾ ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ഉണ്ട്. ആൻഡ് ഓൾസോ ഈ മെനോപോസിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങി, ഈ പറഞ്ഞ പോലെ പോസ്റ്റ്മോർട്ടത്തിനെ കുറിച്ച്. ആൻഡ് ആക്ച്വലി ഇപ്പം ഈ പറഞ്ഞ പോലെ പാർട്ട്ണറിൽ ഇപ്പോൾ ഹെറ്ററോസെക്ഷൽ പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിലെ മെയിൽ ആൾക്കാരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്നിട്ടുള്ളൊരു 50 എബോവ് ഉള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ അതൊക്കെ എനിക്ക് നോക്കുന്ന സമയത്ത് ഓക്കെ, അങ്ങനെയുള്ള ചേഞ്ചസ് അതാ പറഞ്ഞത്. ഇപ്പം നമുക്ക് എല്ലാ കാര്യത്തിലും എനിക്ക് മാറ്റങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ഈ മാറ്റങ്ങൾ ഇപ്പം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നല്ലതിനാണെന്ന് തോന്നുന്നു. കുറേ കാര്യങ്ങൾ അറിവ് കിട്ടിയതൊക്കെ നല്ല കാര്യത്തിനാണെന്ന് തോന്നുന്നു. യെസ്, അപ്പോൾ നമ്മൾ ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ തന്നെ ഇങ്ങനെയൊക്കെ ഇത്ര ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഇപ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നു. കേൾക്കുന്നവർക്കും കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ വ്യൂവേഴ്സ് കൂടുതലും ഈ സൈക്കോളജി ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം അങ്ങനെ അറിയാൻ താല്പര്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയും എന്തായാലും ഇത്തരം ഒരു പാനൽ ഡിസ്കഷൻ പോലെയൊക്കെ നമ്മൾ തുടരുന്നതായിരിക്കും. തൽക്കാലം നമുക്ക് ഈ ഒരു സെഷൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ചിലപ്പോൾ സെയിം ആളുകളായിട്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആളുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.